ഹായ്, ഞാൻ സ്നേഹ. SL ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത്, ഇപ്പം നമ്മൾ ഒരാളെ പ്രണയിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താ, ഈ ആളെ മാരേജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഓക്കെ ആയിരിക്കുമോ, സെറ്റ് ആയിരിക്കും, ഞങ്ങളുടെ ലൈഫൊക്കെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമോ, അപ്പോൾ ഈ ആളെ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ, കഴിച്ചാൽ നന്നായിരിക്കുമോ, ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ, ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംശയങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് കുഴപ്പമില്ലാത്ത ഒരു മറുപടിയാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് തൃപ്തിപ്പെടുത്തുന്ന രീതിയിലാണ് നിങ്ങൾക്ക് മറുപടി കിട്ടുന്നത്, നിങ്ങളുടെ മനസ്സിലേക്ക് ഉത്തരങ്ങൾ വരുന്നതെന്നുണ്ടെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നമൊന്നുമില്ല. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് ആ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം. അപ്പം നമുക്ക് നോക്കാം, നിങ്ങൾ കല്യാണം കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ആ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഈ ബന്ധത്തിൽ നിങ്ങൾ സന്തോഷവാനാണോ എന്നുള്ളതാണ്. അതായത് ഈ ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഹാപ്പിയാണോ, നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ? വിഷമങ്ങൾ ഉണ്ടാകാമായിരിക്കും, അത് സ്വാഭാവികമാണ്. കുഞ്ഞു കുഞ്ഞു വിഷമങ്ങളും തെറ്റലും പിണക്കങ്ങളും ഒക്കെ എല്ലാ റിലേഷൻഷിപ്പിലും ഉണ്ടായിരിക്കും. അത് നല്ലതാണ്. അത് ചെറുതായിട്ടൊന്ന് പിണയും കഴിയുമ്പോൾ നമുക്ക് സ്നേഹം കൂടുതലാവുന്നു. അപ്പോൾ പിന്നെ പഴയതിനേക്കാൾ കുറച്ചുകൂടി നല്ല രീതിയിൽ സ്നേഹിക്കാനും അതേപോലെ രണ്ടുപേർക്കിടയിലുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും രണ്ടുപേരുടെ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഒക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റാറുണ്ട്. പക്ഷേ അവിടെ നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയണം എന്നുള്ളതാണ്. എപ്പോഴും സങ്കടം മാത്രമാവില്ല ഒരു നല്ല റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച്. പിണക്കങ്ങൾ ഉണ്ടെങ്കിൽ പോലും അവിടെ നമുക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ സന്തോഷവാനാണോ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. അങ്ങനെയല്ല, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവാറില്ല, എപ്പോഴും ടെൻഷനാണ്, ഒന്ന് ഫോൺ ചെയ്ത് വെക്കുന്ന സമയത്ത് അപ്പോൾ വഴക്കായിരിക്കും, അപ്പോൾ വീണ്ടും ടെൻഷനായി, പിന്നെ വിളിക്കുമ്പോൾ അടുത്ത ടെൻഷനായി, ഇനിയിപ്പോൾ ഇന്ന് എന്ത് പറഞ്ഞിട്ടാണാവോ വഴക്കുണ്ടാവുക എന്നുള്ളത്. അത്തരത്തിൽ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ വല്ലാത്ത ടെൻഷൻസും കാര്യങ്ങളാണ് വരുന്നത്, പ്രത്യേകിച്ച് സന്തോഷമൊന്നും ഈ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവരെ മാരേജ് ചെയ്യുന്നതിൽ നിങ്ങളൊന്നുകൂടി ചിന്തിക്കണം എന്നുള്ളതാണ്. ബിക്കോസ് നമ്മളിപ്പോൾ പ്രണയിച്ചിട്ട്, അതായത് നിങ്ങൾ രണ്ടുപേരും പ്രണയിച്ചിട്ട് വലിയ രീതിയിൽ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷെ അതിനേക്കാൾ കൂടുതൽ വർഷങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ആവില്ല, ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആകുമ്പോൾ പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ കൂടി എന്നൊക്കെ വരാം. ഈ രീതിയിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് തീരെ സന്തോഷം കിട്ടിയെന്ന് വരില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഭാവിയെക്കുറിച്ച് കൂടി ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമൊന്നും റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങളൊന്ന് ആലോചിച്ച് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നതാണ് കുറച്ചുകൂടി നന്നായിരിക്കുക. ഇനി സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ പിടിച്ചു നിർത്തുന്ന ഘടകം എന്താണ് എന്നുള്ളത് ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. അതായത് ചിലർക്ക് എന്ന് പറയുമ്പോൾ അവരുടെ സ്നേഹമാണ് പിടിച്ചു നിർത്തുന്നത് എന്നുള്ളതുണ്ടായിരിക്കും. ചിലർക്ക് എന്ന് പറയുന്ന സമയത്ത് കൊടുത്ത വാക്കായിരിക്കും, ഞാൻ നിന്നെ വിട്ടു പോവില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ വാക്ക് കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന ആളുകളുണ്ട്. ചിലരെന്ന് പറയുമ്പോൾ എവിടേക്കോ കുഞ്ഞു കുഞ്ഞു സ്നേഹം ഉള്ളിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്, അതുകൊണ്ട് ആളെ വിട്ടിട്ട് പോകാനായിട്ട് പറ്റുന്നില്ല, അങ്ങനെ വിചാരിച്ചിട്ട് പിടിച്ചു നിൽക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള റീസൺസ് പലർക്കും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ കാരണം എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കാം. അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നു എന്നൊരു തോന്നലാണ് നിങ്ങൾക്കപ്പോൾ വരുന്നത്. അതായത് അവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പിടിച്ചു നിൽക്കുന്നു, നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല എന്നാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ്, നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് ഈ റിലേഷൻഷിപ്പ് നല്ലതല്ല എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് ഈ ഒരു ആൻസറിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പോസിറ്റീവായ രീതിയിലല്ല ഒരു മറുപടി കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയും എനിക്ക് പറയാനുള്ളത്, ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവരെ മാരേജ് ചെയ്യണോ എന്നുള്ളത് നിങ്ങൾ ഒന്നുകൂടി ചിന്തിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ 4ാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ, അവരൊരു നല്ല പേഴ്സൺ ആണോ, അവരെ നമുക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളതും ഒന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക എന്നുള്ളതാണ്. കാരണം റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് കുറച്ചായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും അവരെ നിങ്ങൾക്ക് കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റുമോ എന്നുള്ളത്. അതെങ്ങനെ നമുക്ക് അറിയാൻ പറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ പെരുമാറ്റം അതിലൂടെ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഇപ്പം മുൻപേ ഏറ്റവും നല്ല എക്സാമ്പിൾ പറയാം. ഇപ്പം മുമ്പ് നിങ്ങൾ പ്രണയിക്കുന്ന സമയത്തൊക്കെ അവരെന്തെങ്കിലും ചെറിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടോ എന്നുള്ളത് ആലോചിക്കുക. ഞാൻ അത് വാങ്ങിത്തരാം, അല്ലെങ്കിൽ ഞാൻ അന്ന് കാണാൻ വരാം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചിന്തിക്കുക. അതൊക്കെ അവർ പാലിച്ചിട്ടുണ്ടോ എന്നുള്ളതും നിങ്ങളൊന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. പാലിച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ വാക്കിന് വാല്യൂ നൽകുന്ന ഒരു പേഴ്സൺ ആണ്, അതേപോലെ നിങ്ങളുടെ ഇമോഷൻസിനും നിങ്ങൾക്കും വാല്യൂ നൽകുന്ന ഒരു പേഴ്സൺ ആണെന്നുള്ളത് മനസ്സിലാക്കാം. അതേസമയം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കള്ളങ്ങളൊക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള ആളാണോ എന്നുള്ളതാണ്. അതായത് കള്ളങ്ങളൊന്നും പറയാറില്ല, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ എത്ര വലിയ തെറ്റാണെങ്കിലും നമ്മളോട് തുറന്നു പറയാറുണ്ട്. ഇനിയിപ്പോൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ തന്നെ നമ്മൾ ചോദിക്കുന്ന സമയത്താണെങ്കിലും സത്യസന്ധമായിട്ട് അവർ ആൻസർ ചെയ്യാറുണ്ട്.
എന്നാണെങ്കിൽ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അങ്ങനെയല്ല വാ തുറന്ന കള്ളം മാത്രമേ പറയുള്ളൂ എന്നാണെങ്കിൽ അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നല്ലതല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കാരണം പിന്നെ കുറേ വർഷങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് കള്ളങ്ങൾ അവർ പറഞ്ഞു എന്ന് വരും. കള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ കള്ളങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ബന്ധം ഒരിക്കലും ശാശ്വതമാവില്ല, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിക്കുക, അവരെങ്ങനെയാണ് നല്ല രീതിയിൽ സംസാരിക്കുന്ന, എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്ന, പ്രത്യേകിച്ച് ഇങ്ങനൊന്നും ഹൈഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഒന്നും ഇല്ലാത്ത, കള്ളങ്ങൾ പറയാത്ത, വാക്കുകൾ പാലിക്കുന്ന ഒരു പേഴ്സൺ ആണോ, നമുക്ക് അവരെ കണ്ണടച്ച് വിശ്വസിക്കാനായിട്ട് പറ്റുമോ എന്നുള്ളതും ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി അഞ്ചാമതൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് ബാലൻസ്ഡ് ആണോ എന്നുള്ളത് ഒന്ന് ആലോചിക്കുക എന്നുള്ളതാണ്. അതായത് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരും ഒരേ രീതിയിലാണോ മുൻകൈ എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളാണോ എഫേർട്ട് എടുക്കുന്നത്, അതും അല്ലെങ്കിൽ അവർ മാത്രമാണോ എഫേർട്ട് എടുക്കുന്നത്? ഈ ഒരു കാര്യം നിങ്ങളൊന്ന് ആലോചിക്കാം. ഇപ്പോൾ ഒരു ബന്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. രണ്ടുപേരും അതിന് വേണ്ടിയിട്ട് എഫേർട്ട് എടുത്തേ മതിയാവുള്ളൂ. ഇപ്പോൾ ഒരാൾ ഞാൻ എങ്ങനെയെങ്കിലും ഇപ്പം എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിൽക്കുകയാണ്. മറ്റേ ആളെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എങ്ങനെയാച്ചാൽ മുന്നോട്ട് പോകട്ടെ, അവൾ അല്ലെങ്കിൽ അവൻ എങ്ങനെ തള്ളിക്കൊണ്ടുപോവുകയാണെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകട്ടെ, ഞാൻ ഒന്നിനും ഇല്ല എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും കാര്യം? ഒരിക്കലും നല്ലതാവില്ല. നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? അതായത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അങ്ങനെ ആകുമ്പോൾ ഒരിക്കലും ആ റിലേഷൻഷിപ്പ് നന്നാവില്ല എന്നുള്ളത്. സന്തോഷം വേണം എന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഇഷ്ടം ഉണ്ടാവണം, രണ്ടുപേർക്കും അവിടെ സമാധാനം ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അവിടെ ഒരു സന്തോഷം കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും അത് സന്തോഷമുള്ള, സമാധാനമുള്ള, ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിട്ട് മാറില്ല എന്നുള്ളതാണ്. അപ്പോൾ രണ്ടുപേരും എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അതൊരു നല്ല റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് മനസ്സിലാക്കുക. നേരെ മറിച്ച് ഒരാൾ മാത്രമാണ് അതിനു വേണ്ടി എഫേർട്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു നല്ല റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളത് കൂടി തിരിച്ചറിയാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കുക. അവിടെയും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള, നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള ഒരു ആൻസർ ആണ് കിട്ടുന്നത്, സന്തോഷമാക്കുന്ന ഒരു, അതായത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഉത്തരമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു 5 ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിക്കുക. 5 എണ്ണത്തിലും നിങ്ങൾ ഹാപ്പി ആണ് എന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ആൻസർ ആണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പുമായിട്ട്, ആ ഒരു പേഴ്സണുമായിട്ടുള്ള ആ ഒരു മാരേജിന് നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് പോവാം. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിക്കുക, അവർ വേണോ വേണ്ടയോ എന്നുള്ളത്. കാരണം മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് കുറച്ച് നാൾ ജീവിച്ചിട്ട്, അതായത് ഒരുമിച്ച് ജീവിച്ചിട്ട് പിന്നെ പെട്ടെന്ന് നമ്മൾ അവർ വേണ്ട എന്ന് വെക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ മാരേജ് ചെയ്യണത്. ലൈഫ് ലോങ് അവരുടെ കൂടെ ജീവിക്കാനാണ്. അപ്പോൾ അവിടെ നമുക്ക് സന്തോഷം ഉണ്ടാവണം, അങ്ങോട്ടും സന്തോഷം കൊടുക്കണം, ഇവിടേക്കും സന്തോഷം കിട്ടണം. അപ്പോഴേ ആ ബന്ധം നല്ല രീതിയിൽ സന്തോഷമായിട്ട് പോവുള്ളൂ. അതിന് പറ്റിയിട്ടുള്ളൊരു ബന്ധമായിരിക്കണം. അതുകൊണ്ട് എല്ലാവരും നോക്കിയും കണ്ടും ഒക്കെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്